കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് PSC വഴി വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ കാണാൻ സാധിക്കും 30/5/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് ഇനി ഞാൻ പറയുന്നതാണ്. കാറ്റഗറി നമ്പർ 30/2026. ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. അതിനുശേഷം കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ, കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ പോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് PSCൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായി നോക്കാം. കേരള പോലീസിലേക്കാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത് 31,100 മുതൽ 66,800 വരെയൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 20 to 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1994 അതുപോലെ 1/1/2006 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC STക്ക് ഏകദേശം 5 വർഷത്തെ ഇളവും OBCക്ക് 3 വർഷത്തെ ഇളവും പ്രായത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 മാത്രമാണ്. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഉണ്ടായിരിക്കണം. അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം. പിന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വേണം. ആൻഡ് ഹെവി ഗുഡ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജോട് കൂടി വേണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. പിന്നെ ഇത് കൃത്യമായിട്ട് ഓടിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം PSCൻ്റെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകും, അത് പാസ്സാവേണ്ടതായിട്ടുമുണ്ട്. അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് ഏകദേശം 168 സെൻറ്റിമീറ്റർ ഉയരം വേണം. പെൺകുട്ടികളാകുമ്പോൾ 157 സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ചെസ്റ്റ് ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് 81 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എന്നും കൂടി ഓർത്തിരിക്കുക. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ആൺകുട്ടികളുടെ ഫിസിക്കൽ ഐറ്റംസ് നോക്കാം. കാണാൻ സാധിക്കും 8 ഐറ്റംസ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 5 ക്വാളിഫൈ ചെയ്താൽ മതി. സോ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, അതുപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ ഓട്ടം. ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ കൗണ്ട് കാര്യങ്ങളെല്ലാം തൊട്ടിപ്പുറം കൊടുത്ത് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും 5 പാസ്സായാൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും ഫിസിക്കൽ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 7 ഐറ്റമാണുള്ളത്. 7 എണ്ണത്തിൽ 5 പാസ്സാവേണ്ടതായിട്ടുണ്ട്. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്. ഇതിൽ ഏതെങ്കിലും 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ഇതിൻ്റെ ടൈം, ഡിസ്റ്റൻസ്, ക്വാളിഫൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ഫിസിക്കൽ പാസ്സാകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കണ്ടന്റ് കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കേണ്ട.